ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ ഒന്നും സാധനം കൊണ്ട് ചൂന്നല്ലാതെ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ വൃത്തിയാക്കാൻ പോകുന്നതാണ് കേട്ടോ. ഒക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് പറഞ്ഞ ആ റാക്കിന്റെ മോളെ ആ റൂമിലും അമ്മ കടത്ത റൂമിലും ഈ റൂമിലും റാക്കുമലേ കേറി നോക്കിയാ കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ വൃത്തിയാക്കാനൊക്കെ റെഡിയാക്കാനൊക്കെ പോന്നാട്ടോ. വൈകുന്നേരം ആകുമ്പോ നമ്മളെ ചാവി കൊടുക്കണം. നമ്മളെ അടുക്കള ഒന്നും കൂടി കണ്ടോളിട്ടോ. പിന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് ഇരിക്കാനൊരു വീടായല്ലോ. പിന്നെ സങ്കടം ഇല്ലാക്കൂലല്ലോ. നമ്മൾ ആറ്റം നോച്ചുണ്ടാക്കിയ വീടല്ല. അപ്പൊ സങ്കടം നമുക്ക് ഇല്ലാക്കൂല. നമ്മള് എന്താ പറയാ ശരിയാവും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അപ്പൊ കൊറേ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെഷീൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. പുറപ്പും വിരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോവാന്ന് കരുതിയിട്ടേ. അപ്പൊ ഇന്നിപ്പോ ഒരു വണ്ടിക്ക് കൂടി അടിച്ചു. നമ്മളെ ടാങ്കും ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മളെ കുറച്ച് സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ കണ്ടില്ലേ ഇവിടെയൊക്കെ ഒന്ന് നന്നാക്കാനൊക്കെ ഉണ്ട്. പിന്നെന്താ നിങ്ങളെയൊക്കെ വിശേഷം? വ്ലോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യോണ്ടി, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് ലൈക്ക് തൊടാൻ പറയുന്നത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടി ഒന്നും സബ്സ്ക്രൈബും ചെയ്യോണ്ടി. അപ്പൊ എല്ലാ മംഗളമായി ശുഭമായി കലാശിച്ച് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്നുകൂടി നമ്മളെ മുറ്റുമുണ്ട് ഒക്കെ അങ്ങനെ അച്ചേക്ക് നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. ആകെ ചപ്പും ചവറും എല്ലാവരും ചവിട്ടലും മറിച്ചലും. അപ്പൊ വീട് കൊടുക്കുമ്പോ ഇനിയിപ്പൊ എങ്ങനത്തെ വീടാണെങ്കിലും ഒന്ന് നമ്മളെ വൃത്തിയാക്കി കൊടുക്കണം. 2 ബാത്റൂം ഒന്ന് കഴുകണം. ഇവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി മുറ്റൊക്കെ ഒന്ന് അടിച്ചൂരി ഒക്കെ ഒന്ന് ലെവലാക്കിക്കാണ്ട് നമുക്ക് ചാവി കൊടുക്കാൻ കരുതിയിട്ടാന്ന് വരുന്നത് കേട്ടോ. പിന്നെ മക്കളെയൊക്കെ അവിടെ നിർത്തിക്കാണ്ട് പോന്നത് അമ്മമ്മ ഉണ്ട്. അമ്മമാരെയൊക്കെ അവിടെ നിർത്തി പോകുന്നതാണ്. എടുക്കുമ്പോ ഞാനും ഏട്ടത്തിന്റെ മോളും പിന്നെ താഴത്തെ മുത്തച്ചിയും ഞങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. വലിയ നാത്തൂല്ലാത്ത താത്താരോട് എന്താ പറഞ്ഞാലും താത്ത പൊക്കി ചാടി വരും. താത്താക്ക് പരിച്ച. അപ്പൊ എല്ലാരും കൂടിയാണ് എടുത്താല് വേറെ സജ്ജോലി എത്തിക്കാണ്ട് അച്ഛൻ ഞാൻ ഗ്ലൂക്കോസ് ഏറ്റാൻ പോകാനൊക്കെ ഇട്ടിരുന്നു. പിന്നെന്താ ആയിക്കോട്ടെ. ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. പുതിയ വീഡിയോസും നമ്മളെ അവിടുത്തെ പുതിയ വീട്ടിലെ ഡാമേലേക്ക് കാര്യങ്ങള് ഷോർട്സുകൾ അടിപൊളി ഷോർട്സുകള് പിന്നെ നമ്മളെ ബൺ മെറ്റീരിയൽസ് എണ്ണ അതൊക്കെ വരും കേട്ടോ. ഇനി വെണ്ണും എണ്ണയും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക. എന്നൊക്കെ അറിയണം. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്മാർക്ക് നമ്മളെ ഫാമിലിക്ക് അറിയാം. നമ്മളെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ വിടാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. നമ്മളിനിപ്പോ എന്തായാലും നാളെയൊക്കെ ഷിഫ്റ്റ് സാധനം വിടുള്ളൂ കേട്ടോ. കാരണം ഇതൊക്കെ പാടെ ഒരു കാര്യബുദ്ധിയായി. എന്നാ തന്നെ ഈ കുട്ടികളെ കൊണ്ട് കഴിച്ചൂല. എന്നൊക്കെ അറിയില്ല. അവരൊക്കെ കാക്കൂര് അല്ലെങ്കിൽ ഞങ്ങളുടെ താത്തി അവരൊക്കെ അല്ലോണ്ടൊക്കെ ഇങ്ങോട്ട് സമാധാനമായി. മറ്റൊക്കെ ഇങ്ങോട്ട് ആക്കി വെച്ചാൽ ആവൂല. പിന്നെ നമ്മൾ ഈ വീഡിയോ കാര്യങ്ങളും എടുക്കണതാണ്. പിന്നെ എണ്ണ ബണ്ണ് നിങ്ങൾ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് കേട്ടോ. പൈസ ഒന്നും സാധനം കിട്ടാത്തവരൊക്കെ. അപ്പൊ ആയിക്കോട്ടെ. പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഇനി ഇത് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി ഞങ്ങള് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അല്ല ചക്ക അമിനാത്ത എടുക്കാൻ ചാടിച്ചാൻ പറഞ്ഞിക്കണേ. അമിനാത്ത ചാടിച്ചാൻ പറഞ്ഞു. ഞാൻ ആ കുടിക്കലിന്റെ തലേന്ന് ചക്ക നാടിച്ച് നമുക്ക് പാടിച്ച് ഗതിയാടാവും കരുതിക്കാണ്ടേ. ആര് ചാടിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ വളരെ മുകളിലാണ് കിടക്കുന്നത്. 2-3 ആണുങ്ങളുണ്ടോ ചക്ക കൂട്ടാൻ വെക്കാം. ചക്ക കൂട്ടാനൊക്കെ തിന്നാൻ ഉപയോഗിക്കുന്നതല്ലേ. കെട്ടുമാറാപ്പ് ഇടുന്ന തിരക്കില് നല്ലതും തേങ്ങയൊക്കെ ഇട്ട് അരച്ചുകാർ തിന്നാൻ നല്ല രസമാണ്. എന്റെ ഒരു മോതിരല്ലേ ആ മോതിരം ഇച്ചുവിന്റെ കമ്മലും ഷെയ്മോളെ കമ്മലില്ലേ അത് പോയിട്ട് കൊറേ ദിവസമായി. ഇവിടെകാരം ഓല് കഴിച്ചിട്ടാണ് ഏതൊരു ഒപ്പനക്കും വേണ്ടി ഊരി വെച്ചതാണ്. അല്ല എന്നാലും പറഞ്ഞിടണ്ട. ഒരു പണിയെടുക്കുമ്പോ കിട്ടിയാൽ തന്നോളൂല്ലോ.
ഓലിപ്പം ഇവിടെ ഒക്കെ മൊത്തത്തിൽ അല്ല പറഞ്ഞിട്ടാലേ താത്താ പറഞ്ഞിട്ടാ ആ പിന്നെന്താ എല്ലാം തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഇട്ടു കേട്ടോ ഒക്കെ അടിച്ചു ഒരുക്കാണ്ട് എല്ലാം ക്ലിയർ ആക്കിട്ടോ. പിന്നെ കുറച്ച് തിരുമ്പാണ്ട് എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ തിരുമ്പിക്കാണ്ടാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സമാധാനത്തിലാണ് ഇരിക്കാമല്ലോ നമുക്ക്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അടിച്ചു വരാനും വൃത്തിയാക്കാനും ഒക്കെ. സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അറിയില്ല, അവിടെയും ഇവിടെയും കട്ടിലിൻ്റെ ഒട്ടിലും ഒക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികളെ ആവശ്യമില്ലാത്ത ബുക്സും കാര്യങ്ങളും കുറേയൊക്കെ എടുത്തുകാണ്ട് വിറ്റിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ 2-3 അവിടെയും ഇവിടെയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളി പൊറുക്കി ആകെ പരന്നിട്ടുണ്ട് സാധനങ്ങൾ എടുത്തു പോകുമ്പോഴേ. പിന്നെ കുറേ മരുന്ന് ലിസ്റ്റ് അത് ഇത് അതൊക്കെയാണ് ആ കച്ചറിയിൽ കടന്നിരുന്നത് കേട്ടോ. ആവശ്യമില്ലാത്ത എക്സ്റേ, CT, ECG അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കുറച്ചൊക്കെ പേപ്പറുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടു. പിന്നെ അവിടെയൊക്കെ ഒന്നാണ് അടിച്ചു വരി. പിന്നെ അടി ടൈലൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് അറിയണമല്ലോ, അടിച്ചുകൊണ്ട് വൃത്തിയാക്കി തുടക്കമൊന്നും വേണ്ടല്ലോ. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അത് നമ്മളെ നാണിയാക്ക തന്നതായിരുന്നു എനിക്ക് കേട്ടോ. നാണയാക്ക പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൂലല്ലേ, അതാ കുഞ്ഞാക്കി നാണയാക്കി ഉണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ ആവശ്യത്തിന് ഓടി നടക്കാനെന്ന് പറഞ്ഞില്ല, അതിലെ നാണയാക്ക കേട്ടോ. നാണയാക്ക കുറച്ച് തേങ്ങയൊക്കെ കൊടുന്ന് തന്നിരുന്നു എനിക്ക്. അപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ കൊടുന്നിട്ടൊക്കെയായിരുന്നു, ഇനി പോകുമ്പോൾ കൊണ്ടുപോവാന്ന് കരുതിക്കാണ്ട്. അപ്പോൾ അതാക്കണം ഈ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ, അടിച്ചു വരിക്കാണ്ട്. അപ്പോൾ താത്തയാണ്, നാത്തൂൻ താത്തയാണ് കേട്ടോ. താത്തയാണ് എല്ലാത്തിനും ഓടി വരല്. ആദ്യം അങ്ങനെ തന്നെ കേട്ടോ, ഉമ്മാൻ്റെ ഒരു സ്ഥാനമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഉമ്മാരോടല്ലേ പറയുക. പക്ഷേ കെട്ടിക്കൊടുന്ന അന്നേ അങ്ങനെ തന്നെ കേട്ടോ, വലിയ താത്താനോടാണ് എല്ലാ കാര്യം പറയുക. കാരണം അമ്മ കുറച്ച് പ്രായം കാര്യങ്ങളൊക്കെ ആയതല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ കേസ് ഇതിനൊക്കെ താത്ത തന്നെയാണ് എല്ലാത്തിനും പോരല്ലോ കേട്ടോ. എൻ്റെ ലാസ്റ്റ് നമ്മളെ ടിൻസ് ബേബിനെ പ്രഗ്നൻ്റ് ആയ ആ ടൈമിലൊക്കെയാണ് എൻ്റെ താത്തയും ഈ വലിയ താത്തയൊക്കെ തന്നെയായിരുന്നു കൂടെ സപ്പോർട്ട് ചെയ്തും എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ. താത്താക്കും വയ്യ കേട്ടോ, ഷുഗറും പ്രഷറൊക്കെ ആയിട്ട്. എന്നാലും കുക്കി ചാടി എല്ലായിടത്തും എത്തും, ഞാൻ വരണ്ടാന്ന് പറഞ്ഞാലും വരും താത്ത കേട്ടോ. അങ്ങനെ താത്താൻ്റെ അടുത്തുനിന്ന് ഞാനതൊക്കെയാണ് വാങ്ങിക്കാണ്ട് അവിടെ കുറേ മാറാലൊക്കെ ഇപ്പോൾ കുറേ ദിവസമായില്ല ഞാൻ അവിടേക്ക് നോക്കിയിട്ട്. നിങ്ങൾക്ക് അറിയണമല്ല, അങ്ങോട്ട് കൊണ്ടേക്കും ഇങ്ങോട്ട് കൊണ്ടേക്കും. ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. അപ്പോൾ ഒന്ന് നേർക്ക് അടിച്ചു വരാനും കൂടിയും ഒഴിവ് കിട്ടലില്ല എന്ന്. പിന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്, കോണിൻ്റെ മുകളിലാണ് ഒന്നാണ് അടിച്ചു വരി. ഷെയ്മോളാണ് ഒക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കി ഇടൽ കേട്ടോ. അപ്പോൾ ഇതാക്കണം ഒക്കെ ഒന്നാണ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഒന്നാണ് വൃത്തിയിലാണ് വാരി കഴിഞ്ഞാൽ ഇപ്പോൾ ഏട്ടത്തി വരണം അയക്ക് ഇടണ്ട, പൊടികളൊക്കെ പുറത്തേക്ക് ഇട്ടളാന്ന് പറയണേ ഏട്ടത്തി കേട്ടോ. അപ്പോൾ വലിയ വലിയ സാധനങ്ങളൊക്കെ ആ ചാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ വൃത്തിയിൽ ഇങ്ങോട്ട് ബൗസാക്കി കൊടുക്കുക. നമ്മൾ അങ്ങനെ അച്ചയൊക്കെ ഇട്ട് പോകാൻ പാടില്ലല്ലോ, ഒക്കെ കൊടുത്തുകാണ്ട്. ചാവി പറഞ്ഞ സാധനമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് അറിയണതാണ്. ചാവിയും വാതിലൊന്നും ഇല്ലാത്ത വീടാണ് എന്ന് ആദ്യം ആളുകൾക്കൊക്കെ അറിയാം. നിങ്ങൾ ചിരിക്കണുണ്ടാവില്ലേ, എവിടെ പുറത്ത് ചാവി എടുക്കൽ തമ്പനിയിൽ കണ്ടിട്ട് ഓടി വന്നാന്ന് പറയുന്നുണ്ടാവില്ലേ. ചാവിയൊന്നുമില്ല നമ്മളെ പെരക്ക് എന്നറിയില്ലേ, എന്നാലും ഒരു ചാവി കൊടുക്കുക പറഞ്ഞുകൊണ്ട് എല്ലാം വൃത്തിയാക്കിയാണ്ട് വാതിലടച്ചിക്കണ്, നിങ്ങളെ വീട് ഒഴിഞ്ഞ് തന്നിക്കണെന്ന് പറയണ്ടേ. അപ്പോൾ ഇതാക്കണ് നമ്മളെ ടാങ്കാട്ടോ. ടാങ്കൊക്കെ ഒന്ന് റിതു ഉരച്ച് തേച്ച് വൃത്തിയാക്കണുണ്ട് കേട്ടോ. ഒന്നാണ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയാൽ നമുക്ക് വെള്ളം പിടിച്ച് വെക്കാമല്ലോ, കുടിവെള്ളം പിടിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉരച്ച് തേച്ച് നന്നാക്കി വൃത്തിയാക്കി വെക്കണുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കറ്റാർവായകളൊക്കെ കൊണ്ടുപോകണം. നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കണതാണ്, നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പോൾ ഈ ഒരു കറ്റാർവായക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയണതാണ്. അന്നൊരു യൂട്യൂബർ വന്നിട്ടില്ലായിരുന്നു, ഹഫ്സു ബ്ലോഗ് എന്ന് പറഞ്ഞ, അവർ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഓർമ്മക്കും പിന്നെ ഒക്കെ നല്ല ഉഷാറായി വളർന്നിരുന്നു കേട്ടോ. ആ ഇത്താത്താക്കൊരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരുപാട് ബുദ്ധിമുട്ടിൽ കഴിയണ ഒരു കുടുംബമാണ്. പിന്നെ ഹസ്ബൻഡിന് കിഡ്നി രോഗം കാര്യങ്ങളൊക്കെ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാർ തന്നെയാണ് കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരുന്നത്. ഇപ്പോഴും ഞാൻ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കലുണ്ട് കേട്ടോ. അവർക്ക് മോണിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമാണ്. എന്നാലും നിങ്ങളൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടിൽ കഴിയണ ഒരു കുടുംബമാണ്. ഇപ്പോൾ ഈ അയക്കാൻ്റെ 2 കിഡ്നികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡയാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയണ സഹായം കാര്യങ്ങളൊക്കെ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത രീതിയിലും സഹായിച്ചു കൊടുക്കുക കേട്ടോ.
അവരെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ അവരെ വീഡിയോസിൽ തന്നെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ടും വിളിച്ച് അന്വേഷിച്ചൊക്കെ അതുപോലെ മട്ടം പോലെയൊക്കെ ചെയ്യാട്ടോ. പിന്നെ എന്താ അതാക്കണം നമ്മളെ ബൺ മെറ്റീരിയൽസ് അടുത്ത് കേട്ടോ. ബൺ മെറ്റീരിയൽസ് ഇതൊക്കെ ഇവിടെ കൊടുന്ന് വെക്കുന്നുണ്ട്. അതൊക്കെ ഇനി അവിടെ കൊണ്ടുപോയിക്കാണ്ട് എവിടെ വെക്കുക എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ആ അടുക്കള ഉണ്ടല്ലോ, അടുക്കളയിൽ അടിഭാഗത്ത് നിങ്ങൾ ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു ആ കൊട്ടയൊക്കെ ഋഷ ആ അടിയിൽ വെക്കുകൊണ്ട് നമ്മൾ ആ റൂമിൽ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അതിനൊരു വലിപ്പം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടേ നമുക്ക് ഇതും തന്നെ വൃത്തിക്ക് അവിടെ വെക്കാം. മറ്റേ ഈ റൂമിൽ നമ്മളെ ഋതുവിൻ്റെ റൂമിൽ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഇങ്ങനെ വൃത്തിയിൽ അടുക്കും ചിട്ടിയിലൊക്കെ ആക്കിക്കാണ്ട് നമുക്ക് വെക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി വണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ മക്കളെ. എല്ലാം കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. ഒന്നും കൂടി ഹോം ടൂർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കണ്ടോളി കേട്ടോ. അവസാനമായിട്ട് നമ്മളെ വീട് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന പോലൊക്കെ കളിയാക്കുകയാണ് എന്നെ. സങ്കടം അയക്കണമെന്ന് പറഞ്ഞു കണ്ട് സങ്കടമല്ലാക്കും. നമ്മൾ നോറ്റ് ഉണ്ടാക്കിയൊരു വീടല്ലേ, അത് നഷ്ടപ്പെടുമ്പോൾ അത് നഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാവും. എന്നാലും നമുക്ക് അൽഹംദുലില്ലാ നല്ലൊരു വീടൊക്കെ കിട്ടി. നിങ്ങളാൽ കഴിയണ സഹായം കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട്. അപ്പോൾ അതാക്കണ് ഒന്നാണ് കണ്ടോളി, സ്കിപ്പ് അടിച്ചാൽ അത് ലൈക്ക് ചെയ്ത് കണ്ടാണ് കണ്ടോളി കേട്ടോ. അവസാനമായി ഹോണ്ടോർ ഒന്നും കൂടി കണ്ടോളി കേട്ടോ. നമ്മളെ വീടിൻ്റെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഈ വീട് പറഞ്ഞ പോലെ അതിന് ചാവി പോലെ ഏൽപ്പിച്ചണം നമുക്ക് ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്കൂടെ ജസ്റ്റ് ഒന്നും കൂടി കണ്ടോളി. കുറേ കണ്ടിന്യൂ വീടല്ലേ. അപ്പോൾ ആളെ ഇനി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒരട്ടം കൂടി ഇഷ്ടത്തിനോട് ഇങ്ങനെ കണ്ടോളി. കണ്ടില്ലാന്ന് പറയണ്ട. നമ്മളെ പുതിയ അടുക്കളയിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ അടിപൊളി ഭക്ഷണങ്ങളും മക്കളൊക്കെ ആയിട്ട് ബ്ലോഗും കാര്യം ഡേമ ലൈഫും ഒക്കെ ഇടും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കാണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ട് കേട്ടോ. കണ്ടില്ല ഞങ്ങളെ വീട് നമ്മളെ അടുപ്പൊക്കെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ചെറുതായിട്ട് ഹോണ്ടോർ എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല, കാരണം ഇരുട്ടാണ്. നമ്മൾ ബൾബൊക്കെ ഊരിക്കണെന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ എന്താ ഇന്ന് ചാവി കൊടുക്കും. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരലുണ്ടാവില്ല. നമുക്കിനി അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടോ. സങ്കടമുണ്ട്, സങ്കടമില്ല. എന്നാലും റബ്ബ് നല്ലൊരു സന്തോഷം തന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ വീട് ഒന്നും കൂടി ഒന്നാണ് കാണിച്ചു തരികയാണ്. നിങ്ങൾ വരലുണ്ടാവില്ല, ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും യൂട്യൂബിൽ എപ്പോഴും ഉണ്ടാവും നമ്മളെ വീടിലെ. നമ്മളെ വീട് ഇങ്ങനെ യൂട്യൂബിൽ എപ്പോഴും നമുക്ക് പഴയ ഓർമ്മകളായവർക്കാരണ മാതിരി പഴയ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് സങ്കടം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതല്ലേ വലുത്. പിന്നെ നമുക്ക് ഓർത്തിരിക്കാം എന്ന് നമ്മളെ വീട്. ബാക്കിലോട്ട് യൂട്യൂബിന്റെ വീഡിയോസൊക്കെ തരുമ്പോഴേ ഒരു സങ്കടം തന്നെയായിരിക്കും. അത് എന്നും തീരാ നഷ്ടങ്ങളാന്ന് പറഞ്ഞ പോലെ നഷ്ടങ്ങൾ തന്നെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു ഖൈറാക്കട്ടെ. പുതിയൊരു ജീവിതം സന്തോഷമുള്ളതാക്കി തരട്ടെ. നിങ്ങൾക്കായാലും അമ്മക്കായാലും ഒക്കെ. പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം.